കിറ്റൺ എന്തൊക്കെ കഴിക്കണം? നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടി വന്നാൽ ആദ്യം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം ഇതാണ്: ഇതിനെന്ത് ഭക്ഷണം കൊടുക്കണം? പലരും സ്നേഹത്തോടെ പശുവിൻ പാൽ കൊടുക്കുകയോ വീട്ടിലെ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യും. അത് എല്ലായ്പ്പോഴും ശരിയായ തിരഞ്ഞെടുപ്പായിരിക്കണമെന്നില്ല. തെറ്റായ ഭക്ഷണം കൊടുത്താൽ വയറിളക്കം, പോഷകക്കുറവ്, വളർച്ച മന്ദഗതിയിലാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ജനനം മുതൽ 2 മാസം വരെ ഒരു കിറ്റണിന് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എത്ര തവണ ഭക്ഷണം കൊടുക്കണം എന്നെല്ലാം വളരെ ലളിതമായി നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം: കിറ്റൺ ജനിച്ച ആദ്യ 4 ആഴ്ചകളിൽ ഏറ്റവും നല്ലതും ഏറ്റവും സുരക്ഷിതവുമായ ഭക്ഷണം അമ്മപ്പാലാണ്. അമ്മപ്പാലിൽ കിറ്റണിന്റെ ശരീര വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മപ്പൂച്ച കൂടെയുണ്ടെങ്കിൽ കഴിയുന്നത്ര അമ്മപ്പാൽ തന്നെ കുടിക്കാൻ അനുവദിക്കണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അമ്മപ്പൂച്ച ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ കിറ്റണിന് അമ്മപ്പാൽ ലഭിക്കാതിരിക്കാം. അത്തരം സമയങ്ങളിൽ പശുവിൻ പാൽ കൊടുക്കരുത്. പല കിറ്റണുകൾക്കും പശുവിൻ പാൽ ദഹിക്കാതെ വയറിളക്കത്തിനും ദേഹവെള്ളക്കുറവിനും കാരണമാകാം. അതിനു പകരം വെറ്റിനറി നിർദ്ദേശിക്കുന്ന കിറ്റൺ മിൽക്ക് റീപ്ലേസർ ഉപയോഗിക്കാവുന്നതാണ്. കിറ്റൺ ഏകദേശം 4 ആഴ്ച പ്രായമാകുമ്പോൾ പതുക്കെ ഖരഭക്ഷണത്തിലേക്ക് പരിചയപ്പെടുത്താം. ആദ്യം വെറ്റ് ഫുഡ്, അല്പം വെള്ളമോ KMRO ചേർത്ത് മൃദുവാക്കി കൊടുക്കാം. ചെറിയ അളവിൽ തുടങ്ങി കിറ്റൺ പതുക്കെ ഭക്ഷണം കഴിക്കാൻ പഠിക്കും. 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ പ്രായമാകുമ്പോൾ കിറ്റൺ കൂടുതൽ സജീവമാകും. ഈ സമയത്ത് കിറ്റൺ ഫോമുല, ഡ്രൈ ഫുഡ് നനച്ച് കൊടുക്കാം. അതോടൊപ്പം ഉപ്പും മസാലയും എണ്ണയും ചേർക്കാത്ത വേവിച്ച ചിക്കൻ ചെറിയ അളവിൽ നൽകാം. ഇടയ്ക്കൊക്കെ വേവിച്ച മുട്ടയും കൊടുക്കാം. എന്നാൽ പച്ചമുട്ട ഒരിക്കലും കൊടുക്കരുത്. പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മത്സ്യം കൊടുക്കാമോ എന്നത്. കൊടുക്കാം, പക്ഷേ നന്നായി വേവിച്ചതും എല്ലുകൾ പൂർണ്ണമായും നീക്കിയതുമായ മത്സ്യം മാത്രമേ കൊടുക്കാവൂ. എല്ലാ ദിവസവും മത്സ്യം മാത്രം കൊടുക്കുന്നതും നല്ലതല്ല. സമതുലിതമായ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കിറ്റണിന് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. വെറ്റ് ഫുഡ് കഴിക്കുന്ന കിറ്റണുകൾക്കും വെള്ളം ആവശ്യമാണ്. ദിവസവും വെള്ളം മാറ്റി വൃത്തിയുള്ള പാത്രത്തിൽ വെക്കുന്നത് നല്ല ശീലമാണ്. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ചോക്ലേറ്റ്, ഉള്ളി, വെളുത്തുള്ളി, മുന്തിരി, ഉണക്കമുന്തിരി, കാപ്പി, ചായ, മദ്യം, അധികം ഉപ്പും മസാലയും ചേർന്ന മനുഷ്യരുടെ ഭക്ഷണം എന്നിവ ഒരിക്കലും കിറ്റണിന് കൊടുക്കരുത്. ഇവയിൽ ചിലത് വിഷാംശമുള്ളതും ജീവന് തന്നെ അപകടമുണ്ടാക്കുന്നതുമാണ്. ഒരു ദിവസത്തിൽ കിറ്റണിന് 4 5 ചെറിയ ഭക്ഷണ നേരങ്ങൾ നൽകുന്നതാണ് നല്ലത്. ഒരേ സമയം കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ചെറിയ അളവിൽ പലതവണ കൊടുക്കുന്നത് ദഹനത്തിനും വളർച്ചയ്ക്കും സഹായിക്കും. കിറ്റൺ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഛർദി, വയറിളക്കം, അമിത ക്ഷീണം എന്നിവ കാണിക്കുകയോ ചെയ്താൽ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കാതെ ഉടൻ ഒരു വെറ്ററിനറിയെ സമീപിക്കുക. ചെറിയ പ്രായത്തിൽ ശരിയായ ചികിത്സ വളരെ പ്രധാനമാണ്. ഓർക്കുക, ഒരു ആരോഗ്യമുള്ള കിറ്റൺ വളരാൻ വേണ്ടത് 3 കാര്യങ്ങളാണ്: നല്ല ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ധാരാളം സ്നേഹവും പരിചരണവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും പൂച്ചകളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.